നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഭക്തൻ്റെ ആഗ്രഹം. ഭക്തിയുള്ളവരാണ് ഭക്തന്മാർ. എല്ലാ ഈശ്വരന്മാരെയും ഹിന്ദുമതത്തിലാണെങ്കിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. മഹാദേവനെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവർ ശൈവഭക്തന്മാർ എന്ന് പറയും. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവരെ വൈഷ്ണവ ഭക്തന്മാർ എന്ന് പറയും. ഒരുപാട് പേര് ഹനുമാനെയാണ് ഭക്തിയോടുകൂടി സ്മരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഹനുമാൻ ഭക്തി, ദേവി ഭക്തി, ഗണേശഭക്തി. ഗണേശൻ എല്ലാ വിഘ്നങ്ങളൊക്കെ തീർത്ത് നന്മ വരുത്തുന്നൊരു ഈശ്വരൻ. അങ്ങനെ ഒരുപാട് വളരെ സ്വതന്ത്രമായൊരു മതമാണ് ഹിന്ദുമതം. എല്ലാ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉള്ള ദൈവങ്ങളുണ്ട്. ഇവിടെ ഒരു ഭക്തൻ്റെ ആഗ്രഹം, അതാണ് ഈ കഥയുടെ പേര്. ഒരു ഹനുമാൻ, ഒരു സാധാരണക്കാരനായ ഒരു ഭക്തൻ, അദ്ദേഹം ഹനുമാൻ സ്വാമിയുടെ ഭക്തനായിരുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ത്രേതായുഗത്തിലെ അവതാര പുരുഷനാണ് ശ്രീരാമൻ. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒന്നാണല്ലോ ശ്രീരാമൻ. ആ സമയത്ത് ഹനുമാൻ ആണ് പ്രധാന സേവ ചെയ്ത, രാമസേവ ചെയ്തൊരു ഭക്തനാണ്. ശ്രീരാമ ഭക്തനാണ് ഹനുമാൻ. ആ ഹനുമാൻ്റെ ഭക്തനാണ് ഈ നമ്മളുടെ കഥയിലെ ഭക്തൻ. ഈ ഭക്തൻ ഹനുമാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെട്ടു. ഹനുമാൻ എന്താ ഭക്ത, ഒരുപാട് സമയമായല്ലോ തപസ് തുടങ്ങിയിട്ട്, ഒരുപാട് കാലമായല്ലോ, ഞാൻ വന്നു നിർത്തൂ, തപസ്സൊക്കെ നിർത്തൂ, എനിക്ക് ഇയാളുടെ ഭക്തി കാരണം അവിടെ ഇരിക്കാൻ വയ്യ, ചുട്ടു പൊള്ളുക, അതുകൊണ്ടാണ് ഞാൻ പോകാൻ എന്നു. അപ്പോൾ പറഞ്ഞു, എന്താ ആഗ്രഹം, എന്തു വരാ വേണ്ടേ? അതെ ഭഗവാനെ, ആഞ്ജനേയ സ്വാമി, അഞ്ജന എന്ന വാനര സ്ത്രീയുടെ മകനായതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് ആഞ്ജനേയൻ എന്നും കൂടെ പേരുണ്ട്. ആഞ്ജനേയ സ്വാമി, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? എനിക്ക് ശ്രീരാമസ്വാമി ഒന്ന് കാണണം. അങ്ങ് ശ്രീരാമൻ്റെ ഏറ്റവും തികഞ്ഞ ഭക്തനല്ലേ, അങ്ങ് വിചാരിച്ചാൽ സാധിക്കും. എനിക്ക് ശ്രീരാമസ്വാമി ഒന്ന് കാണണം എന്ന് മോഹമുണ്ട്. അയ്യോ, എന്തായി പറയണേ? ഹനുമാൻ സ്വാമി പെട്ടെന്ന് പറഞ്ഞു, എന്തത് നടക്കാത്ത കാര്യമൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടുമോ? നടക്കാവുന്ന, എനിക്ക് ആകാവുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ യുഗത്തിൽ, ത്രേതായുഗത്തിൽ മനുഷ്യനായി അവതരിച്ച് അവതാരകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് തിരിച്ചുപോയി വീണ്ടും അവതാരം കഴിഞ്ഞിട്ടുള്ള ആളാണ്. ശ്രീരാമൻ കഴിഞ്ഞിട്ട് പിന്നെ അവതാരങ്ങൾ വന്നു, ശ്രീകൃഷ്ണനൊക്കെ അവതാരം എടുത്തു. ഇനിയിപ്പോൾ ശ്രീരാമാവതാരം ശ്രീരാമനെ കാണല്ലോ, നടക്കുന്നു തോന്നില്ല, നടക്കില്ല, സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്താ സ്വാമി, ഞാൻ എത്ര നാൾ തപസ് ചെയ്ത് അങ്ങേ കാത്തിരുന്നത് തന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം. എനിക്ക് ഹനുമാൻ സ്വാമിയോടെ ഭക്തി, എൻ്റെ ആഗ്രഹമാണ് ശ്രീരാമസ്വാമിയെ കാണണം എന്നുള്ളത്. അങ്ങ് അത് സാധിപ്പിച്ചത്, അങ്ങ് വിചാരിച്ച സാധിക്കും. അങ്ങ് ഭക്തർക്ക് ദാസനല്ലേ, ഞാൻ അവിടുത്തെ ഭക്തനല്ലേ, നീ എൻ്റെ ഭക്തനൊക്കെ തന്നെയാണ്, അങ്ങ് എൻ്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ സ്വാമി വിചാരിച്ചു, ശരിയാണല്ലോ, ഞാൻ ഭക്തരുടെ ദാസനല്ലേ, ഞാൻ രാമഭക്തൻ മാത്രമല്ല, രാമഭക്തൻ്റെ ആയാലും ഏതൊരു ഭക്തനും ഞാൻ ദാസ്യമിടുന്നു, എൻ്റെ ഭക്തന്മാർക്കൊക്കെ ഞാൻ ദാസ്യവേല ചെയ്യുന്നവനാണ്. ഞാനൊന്ന് ശ്രമിക്കാം. ഭക്തനോട് എന്തു പറഞ്ഞു, നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, അങ്ങ് ശ്രമിച്ചാൽ മതി എന്നും പറഞ്ഞു പോയി. നേരെ വൈകുണ്ഠത്തിൽ ചെന്നു. വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ മഹാവിഷ്ണു അവിടെ അങ്ങനെ ലക്ഷ്മി ദേവിയൊക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. വരൂ ഹനുമാൻ, വരൂ. എന്തത്, അങ്ങെന്താ ഇത്ര ഇത് പരിഭ്രമിച്ച് വരുന്നത് പോലെ തോന്നുന്നു? അതേ സ്വാമി, പരിഭ്രമം തന്നെയാണ്. എൻ്റെ ഭക്തൻ എന്നോടൊരാഗ്രഹം പറഞ്ഞു, അത് നടത്തി കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എനിക്കത് സാധിക്കുമെന്നറിയില്ല. എന്താ ആഗ്രഹം? ഹനുമാൻ വിചാരിച്ചാൽ നടക്കാത്ത ആഗ്രഹം എന്താ ഉള്ളത്? അങ്ങനെയുണ്ടൊരു കാര്യം. ഇത് മതി, എൻ്റെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു തന്നാൽ മതി. എൻ്റെ ഭക്തന് ശ്രീരാമനെ ഒന്ന് കാണണം, അതാണ്. അതുകൊണ്ട് അങ്ങ് ആ ശ്രീരാമവേഷം ഒന്നുകൂടെ ധരിച്ച് എൻ്റെ കൂടെ വരണം, എൻ്റെ ഭക്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം. അയ്യോ, അതൊന്നും നടക്കണ കാര്യമല്ല, അതൊക്കെ എന്നെ കഴിഞ്ഞു പോയ കാര്യം. ഇനിയിപ്പോൾ ത്രേതായുഗത്തിൽ കഴിഞ്ഞ കാര്യം ഞാനിപ്പോൾ ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം കഴിഞ്ഞ് ഈ കലിയുഗത്തിൽ സാധിക്കുമോ? എത്ര കാലമായി ഈ രാമാവതാരം കഴിഞ്ഞിട്ട്, എന്നിട്ട് ഇനി വീണ്ടും എന്നോട് രാമൻ്റെ വേഷത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറ്റില്ല എന്നൊന്നും. ഉടൻ തന്നെ ഹനുമാൻ സ്വാമിയുടെ മട്ടും ഭാവമൊക്കെ അങ്ങോട്ട് മാറി. എൻ്റെ ഭക്തൻ്റെ ഒരു ആഗ്രഹം നടത്താൻ എനിക്ക് പറ്റില്ല എന്ന്. എന്തായി പറയണേ? ഞാൻ അങ്ങയെ കൊണ്ടുപോകും, ശ്രീരാമവേഷം ധരിപ്പിച്ച് അങ്ങ് എൻ്റെ കൂടെ വരണം, ശ്രീരാമവേഷം എൻ്റെ ഭക്തന് കാണിക്കണം, ഞാൻ കൊണ്ടുപോകുന്നു.
അപ്പം ശ്രീരാമസ്വാമി ഈ മഹാവിഷ്ണുവിന് തോന്നി, ഓഹോ, ഹനുമാൻ അത്ര നിർബന്ധമാണ്, എന്നാൽ സാധിക്കുമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എന്നെ കൊണ്ടുപോയിക്കോളൂ, വാ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. വേഗം തന്നെ ഹനുമാൻ അങ്ങ് ആകാശമിട്ട് ജയ് ജയ് ശ്രീറാം, ജയ് ശ്രീറാം. അപ്പോഴും ഹനുമാൻ പ്രാർത്ഥിക്കുന്നത് ശ്രീരാമനെ തന്നെയാണ്, ജയ് ശ്രീറാം, ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകാശം മുട്ട വളർന്നു. എന്നിട്ട് വാലങ്കട്ടെടുത്തു. പാലാഴിയിൽ അപ്പോഴേക്ക് നോക്കുമ്പോഴേക്കും വൈകുണ്ഠത്തിലെ മഹാവിഷ്ണു ഇങ്ങനെ പാലാഴിയിൽ അനന്തശായി ഭഗവാനായിട്ട് വെള്ളത്തിലിങ്ങനെ ഓളം വെട്ടണയിടത്ത്, തിരമാലകൾ ഇങ്ങനെ വെള്ളം ചലിച്ചുകൊണ്ടിരിക്കണയിടത്ത് അനന്തൻ്റെ മുകളിൽ സീത ലക്ഷ്മീദേവിയുടെ മടിയിലേക്ക് കാലും വച്ചിരിക്കുന്ന ഒരു രൂപത്തിലാണ് കാണുന്നത്. വാലങ്കട്ടിട്ട് ഹനുമാൻ ഇങ്ങനെ വട്ടം ചുറ്റി അങ്ങോട്ട് പിടിച്ചു. ആനന്ദനെ വരെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പിടിച്ചു, അങ്ങോട്ട് വലിച്ചു തുടങ്ങിയപ്പോൾ ഈ അനന്തശായി ഭഗവാനും ലക്ഷ്മീദേവിയും ആനന്ദനും എല്ലാം കൂടി അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി, കരയിലേക്ക് അങ്ങോട്ട് വലിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ വേഗം തന്നെ മഹാവിഷ്ണു പറഞ്ഞു, ഹേയ് ഹനുമാൻ, എന്തായി കാണിക്കുന്നത്, എനിക്ക് ചലനം വരുന്നുള്ളൂ, എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കൊണ്ട് അദ്ദേഹം, എന്താ അത്, ഞാൻ അങ്ങയുടെ കൂടെ വരാൻ തുടങ്ങുകയല്ലേ, എന്ന് ക്ഷമിക്കണം പ്രഭു, ഞാൻ അങ്ങയെ കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വാലങ്ങോട്ട് ശക്തിയിൽ വലിക്കാൻ തുടങ്ങി. അപ്പോൾ ഉടൻ തന്നെ ശ്രീരാമൻ ദേവി പറഞ്ഞു, അരുത് ഹനുമാൻ, അരുത്, ഭഗവാനെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ശ്രീരാമ മഹാവിഷ്ണുവിൻ്റെ രൂപം അങ്ങോട്ട് മാറി ശ്രീരാമ വേഷധാരിയായിട്ട്, ആഞ്ജനേയൻ നിർത്തും, എന്നെ വലിച്ചുകൊണ്ട് പോകുന്നു, നിർത്തും, ഞാനിതാ ശ്രീരാമവേഷം ധരിച്ചു കഴിഞ്ഞു, ഞാൻ വരാം അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞു. എന്നിട്ടെന്താ, അദ്ദേഹത്തിൻ്റെ കൂടെ ശ്രീരാമനായിട്ട് ആ ഹനുമാനോടൊപ്പം അദ്ദേഹം അങ്ങ് വരികയാണ്. അപ്പോൾ ഈ ഇതിൽ പറഞ്ഞു, ഹനുമാനെ വിശ്വസിച്ച് ഒരു ഭക്തൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഹനുമാൻ അത് നടത്തി കൊടുക്കും എന്നുള്ളതിന് ഒരു ഉറപ്പ് വേണം. അതിനു വേണ്ടിയാണ് ഞാൻ അല്പം ഒന്ന് മാന്തിച്ചത്. അതുകൊണ്ട് അതിനുള്ളൊരു വിദ്യയായിട്ടാണ് അങ്ങ് ഇതിൽ നിന്ന് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് തിരിച്ചു പോവുകയാണോ ചെയ്തേ, ആ ഭക്തൻ്റെ ആഗ്രഹം അമാന്തിക്കുകയാണോ ചെയ്തേ നടത്തി കൊടുക്കാൻ, അതൊന്നും ഞാൻ പരീക്ഷിച്ചതാണ്. അങ്ങ് എന്നും ഭക്തന്മാരുടെ ദാസനായി തന്നെ ഇരിക്കണം, എല്ലാ ഭക്തന്മാർക്കും അങ്ങയെ വിശ്വാസം ഉണ്ടാകണം, ആഞ്ജനേയ ഞാൻ വരാമല്ലോ കൂടെ എന്ന് പറഞ്ഞ് ശ്രീരാമൻ അങ്ങ് ചെല്ലുകയും ചെയ്തു. ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഹനുമാൻ എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അല്പം ഒന്ന് അമാന്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനും ഹനുമാനും കൂടി ആ ഭക്തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ. ഹനുമാൻ സത്യം ഞാൻ നടത്തിത്തരാം, ആഗ്രഹം നടത്തിത്തരാം എന്നൊരു ഭക്തന് വാക്ക് പറഞ്ഞാൽ ആ സത്യത്തെ പാലിക്കുന്ന ആളാണ് ഹനുമാൻ എന്ന് ബോധ്യം വരുത്തുന്ന ഒരു കഥയാണിത്. ഈ കഥയുടെ പേര് ഭക്തൻ്റെ ആഗ്രഹം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ, കാര്യം പറയും കഥയാണീ.